സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി നമ്മളെ സന്ദർശിക്കുന്നവനാണ് നമ്മുടെ ഈശോനാഥൻ. സങ്കീർത്തനം 21 നമ്മൾ കാണുന്നുണ്ട്, സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അതിന് 3 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുക, ഇവിടെ അവനെ എന്നെഴുതിയ സ്ഥലത്ത് നിങ്ങളുടെ പേര് ചേർത്ത് ഒന്ന് പ്രാർത്ഥിക്കണം. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അനീഷിനെ സന്ദർശിച്ചു. അടുത്ത വാക്യം, അവൻ്റെ ശിരസിൽ തങ്ക കിരീടമണിയിച്ചു. അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു, അവിടുന്ന് അത് നൽകി. സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവൻ്റെ മഹത്വം വർദ്ധിച്ചു. ദൈവത്തിൻ്റെ സഹായത്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മഹത്വം വർദ്ധിക്കുമെന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ്. ഇന്ന് ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനത്തെ ഒന്ന് റിസീവ് ചെയ്തേ. ഇന്നത്തെ ദിവസം ഈശോ ഈ വചനം നമുക്ക് നൽകുകയാണ്. നമ്മൾ ഈ ഒരു വചനം അത് നമ്മൾ പിക്ചറൈസ് ചെയ്യണം. ഇവിടെ പറയുകയാണ്, അവൻ്റെ ശിരസിൽ തങ്ക കിരീടമണിയിച്ചു. അപ്പം തങ്ക കിരീടമണിയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, ജീവൻ യാചിക്കുമ്പോൾ അവിടുന്ന് അത് നൽകി. സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ ദീർഘായുസ് നൽകി നമ്മളെ തൃപ്തി വരുത്തുന്ന ദൈവത്തെ അവിടെ നമ്മൾ കാണുകയാണ്. ഇതെല്ലാം നമുക്ക് ദൈവം ദാനമായി നൽകുന്ന അനുഗ്രഹങ്ങളാണ്. യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയോ അധികമായി ദൈവം തൻ്റെ മക്കൾക്ക്, തന്നോട് അപേക്ഷിക്കുന്നവർക്ക് നല്ല ദാനങ്ങളെ അവൻ നൽകും. ഇന്ന് വിശ്വസിക്കണം, പ്രത്യാശിക്കുക. നിന്റെ ജീവിതത്തിൽ നന്മ വരുവാൻ, നല്ലത് വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നിന്നെ സംരക്ഷിക്കും. എല്ലാ ആപത്തുകളും സംരക്ഷിക്കും. ആരൊക്കെ ഏതൊക്കെ വിധത്തിൽ കെണികൾ വെക്കുന്നുണ്ടെങ്കിലും ഒരുക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം ദൈവം എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി തകർത്ത് രക്ഷാമാർഗം ഒരുക്കി നിന്നെ വിജയിപ്പിച്ച്, ദൈവം നൽകുന്ന ഉയർച്ചയുണ്ടല്ലോ, അതാർക്കും തടയാൻ പറ്റാത്ത ആ ഹയർ ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവേശിപ്പിക്കും. ഇനി വചനത്തെ നമുക്ക് ചേർന്ന് റിസീവ് ചെയ്യാം. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. ഈ ദിവസങ്ങളിൽ, ഈ ഒരാഴ്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾ. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ മാനുഷിക തലത്തിൽ കാണുന്ന പലതും ദൈവം നമുക്ക് അനുഗ്രഹങ്ങളാക്കി തീർക്കും. ചില പ്രതിസന്ധിയെന്നോ അല്ലെങ്കിൽ വെല്ലുവിളിയെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ, ചിലപ്പോൾ ബുധനാഴ്ചയാകാം, വെള്ളിയാഴ്ചയാകാം, അത് ദൈവം അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും. വരുന്ന ആളുകളിൽ വലിയ സാക്ഷ്യത്തിന് കാരണമായി തീരുമ്പോൾ നമ്മൾ പറയും, ദൈവം എന്നെ സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ആ ദിവസങ്ങളിൽ സന്ദർശിച്ചു. ഈ വചനം ഇതൊരു റെയ്മ വേർഡായിട്ട് നമ്മുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ ഇടയാകട്ടെ. ഈ വചനത്തിൻ്റെ ശക്തിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പരസ്പരം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, യേശുവെ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരനെ, സഹോദരിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ. ആമേൻ. കീപ് us ഓൾസോ ഇൻ യുവർ പ്രേയേഴ്സ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കാം. ഗോഡ് ബ്ലസ് യു.